നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് സമനില വഴങ്ങിയിരുന്നു. സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയാണ് റയൽ മാഡ്രിഡിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. രണ്ടാം പാദ മത്സരം ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഈ മത്സരത്തിൽ റയലിനെ പരിശീലിപ്പിച്ചതോടുകൂടി റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരു പുത്തൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ആകെ 200 മത്സരങ്ങളിൽ പരിശീലകനായി വരുന്ന ആദ്യത്തെ പരിശീലകൻ എന്ന റെക്കോർഡ് ഇപ്പോൾ ആഞ്ചലോട്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. 8 ക്ലബ്ബുകളോടൊപ്പമാണ് അദ്ദേഹം UCL ഇപ്പോൾ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. AC മിലാൻ, ചെൽസി, ബയേൺ, യുവന്റസ്, PSG, പാർമ, റയൽ മാഡ്രിഡ്, നാപ്പോളി ഈ ടീമുകളോടൊപ്പമാണ് അദ്ദേഹം UCL ഇത്രയും മത്സരങ്ങൾ 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. മറ്റൊരു റെക്കോർഡ് നേരത്തെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതായത് പരിശീലകനായിക്കൊണ്ടും താരമായിക്കൊണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ അപൂർവം വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് കാർലോ ആഞ്ചലോട്ടി. ഏതായാലും അദ്ദേഹം ആകെ 200 മത്സരങ്ങളാണ് UCL പരിശീലകനായിക്കൊണ്ട് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 114 മത്സരങ്ങളിലാണ് വിജയിച്ചിട്ടുള്ളത്. 45 സമനില, 41 തോൽവി എന്നിങ്ങനെയാണ് വരുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് സർ അലക്സ് ഫെർഗ്യൂസൺ ആണ്. അദ്ദേഹം 190 മത്സരങ്ങൾ UCL പരിശീലിപ്പിച്ചു. 102 വിജയങ്ങൾ, 49 സമനില, 39 തോൽവി. ആഴ്സൺ വെങ്ങർ മൂന്നാം സ്ഥാനത്ത് വരുന്നു. 178 മത്സരങ്ങളാണ് അദ്ദേഹം UCL കളിച്ചിട്ടുള്ളത്. 82 വിജയങ്ങൾ, 41 സമനില, 55 തോൽവി. പെപ്പ് ഗാർഡിയോള തൊട്ടു പിറകിൽ വരുന്നു. 168 മത്സരങ്ങളാണ് പെപ്പ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ 109 മത്സരങ്ങളിലും ടീമിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 34 സമനില, 25 തോൽവി. അതായത് ഈ വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ പെപ്പ് ഗാർഡിയോളയാണ് മുന്നിൽ വരുന്നത്. പിന്നീട് ഹൊസെ മൊറീഞ്ഞോ 145 മത്സരങ്ങൾ, അതുപോലെ തന്നെ ലുസേക്സ്കു 115 മത്സരങ്ങൾ, ഡിയേഗോ സിമിയോണി 102 മത്സരങ്ങൾ, മാസിമിലിയാനോ അലഗ്രി 100 മത്സരങ്ങൾ, യുർഗൻ ക്ലോപ്പ് 100 മത്സരങ്ങൾ. ഇങ്ങനെയാണ് കണക്കുകൾ ഇപ്പോൾ വരുന്നത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിയെ നമുക്കറിയാം. അദ്ദേഹം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. നിരവധി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ക്ലബ്ബ് ഫുട്ബോൾ ലോകത്ത് ഒന്നും തെളിയിക്കാൻ ബാക്കിയില്ലാത്ത ഒരു പരിശീലകനാണ് കാർലോ ആഞ്ചലോട്ടി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.